ഭ്രാന്തുപൂക്കുന്ന യുവത്വം. എഴുത്ത് ഷജീന ഗുരുവായൂർ. ശബ്ദം ഷിഹാബ് ഷിബു. നടുക്കുന്ന കൊലപാതകങ്ങൾ കേട്ട് മനുഷ്യഹൃദയം മരവിച്ചു പോകുന്ന അവസ്ഥ. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കൊടും ക്രൂരതകളുടെ അവിശ്വസനീയമായ കഥകൾ. നമ്മുടെയൊക്കെ ചുറ്റുമുണ്ടായിട്ടും ആരും തിരിച്ചറിയാതെ പോകുന്ന ക്രിമിനലുകളാണവർ. സ്വന്തം വീട്ടിൽ പോലും നാം സുരക്ഷിതരല്ലാത്ത കാലം. ആരാണ് ഈ ജീവഹാനി വരുത്തുന്നതിന് ഉത്തരവാദി? ഇതിനെതിരെ നാം ആരെയാണ് പഴിക്കേണ്ടത്? വളരുന്ന പൈശാചികമായ ആക്രമണങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണ്? തിരുത്താനാവാത്ത വിധം പിഴവുകൾ സംഭവിക്കുന്നത് ആർക്കാണ്? നൊന്തു പ്രസവിച്ച മാതാവിനെ അതിക്രൂരമായി കൊല്ലുമ്പോൾ മക്കളുടെ കൈവിറക്കുന്നില്ല എങ്കിൽ, സ്വന്തം കൂടപ്പിറപ്പിന്റെ മേൽ ദയയുടെ ഒരംശം പോലും ബാക്കി വെക്കാതെ ജീവൻ അപഹരിക്കാൻ കൈ നീളുന്നുവെങ്കിൽ, പ്രാണനായി സ്നേഹിച്ചവളുടെ പ്രാണനെടുക്കാൻ മടിക്കുന്നില്ല എങ്കിൽ, ഈ കെട്ടകാലത്തിനു സാക്ഷിയാകേണ്ടി വന്നവർ ഒരേ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറയണം: ലഹരി എന്നേക്കുമായി ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ വേണം. ഞങ്ങൾക്ക് ജീവിക്കണം, പേടിയില്ലാതെ സ്വന്തം വീട്ടിൽ കഴിയണം. തെറ്റുകൾക്ക് നീതിപീഠം അർഹമായ ശിക്ഷ കൊടുക്കണം. ആർഭാട ജീവിതം നയിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് പണം അത്യാവശ്യമാണ്. അതിനുവേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങൾക്കു വേണ്ടി അവർ കണ്ടെത്തുന്ന വഴികൾ പലതാണ്. കൊലയും കൊള്ളയും ചെയ്യാനും, മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം കവരാനും, ഏതറ്റം വരെ പോകാനും അവർക്കൊരു ഭയവുമില്ല. പണം വരുമ്പോൾ പിന്നെ ലഹരിയുടെ അടിമകളാകും. മദ്യവും മയക്കുമരുന്നും ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നായി മാറും. അങ്ങനെ ഇന്ന് അവരും നാളെ ഈ സമൂഹവും നാശത്തിന്റെ പടുകുഴിയിലേക്ക് അധപ്പതിക്കും. കുടുംബത്തെയും ഉറ്റവരെയും ഇല്ലാതാക്കുന്ന ഈ മാരകമായ ലഹരി വിലക്കാൻ ഭരണകൂടത്തിന് ഇനിയെങ്കിലും സാധിക്കുമോ? പുതുതലമുറയിലെ ചെറുപ്പക്കാരെ, മദ്യവും മയക്കുമരുന്നും നമ്മുടെ നാടിന് ആവശ്യമില്ലെന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അണിനിരക്കുമോ? ഒരു പരിധിവരെ ഇന്നത്തെ സിനിമകളും സിരകളിൽ ലഹരി കുത്തി നിറക്കാൻ കാരണക്കാരാണ്. കത്തിക്കുത്തും വെടിവെപ്പും വയലൻസുമുള്ള ചിത്രങ്ങൾ ഇറങ്ങിയതിനു ശേഷമാണ് അതേ രീതിയിൽ കൊലകൾ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. കൊലയാളിയായ ഹീറോ പരിവേഷം കെട്ടിപ്പിക്കുന്ന സിനിമകളും, ആവശ്യമില്ലാത്ത BGM കുത്തിക്കേറ്റി കൊലപാതകത്തിന്റെ വിശദീകരണം തോന്നുന്നത് പോലെ പടച്ചുവിടുന്ന വാർത്താ ചാനലുകളും, സമയവും കാലവും നോക്കാതെ ഉറ്റവരുടെ വിയോഗത്തിൽ തളർന്നിരിക്കുന്നവരുടെ നേരെ മൈക്ക് നീട്ടി പരിപാടിയുടെ റേറ്റിംഗ് കൂട്ടാൻ ചോദ്യങ്ങളുമായി വരുന്ന മാധ്യമപ്രവർത്തകർക്കുമെതിരെ കർശനമായി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തണം. അതുപോലെ നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന പൊതുസമൂഹത്തിന്റെ ചിന്തയും ആളുകളുടെ കാഴ്ചപ്പാടുകളും മാറേണ്ടതുണ്ട്. ആരെയും മുറിവേൽപ്പിക്കാനല്ലെങ്കിലും ഒന്ന് പറയട്ടെ: മക്കളിൽ ചെറിയ തെറ്റുകൾ കണ്ടാൽ പോലും അത് തിരുത്തണം. തലോടുന്ന കൈകൾക്ക് ശിക്ഷിക്കാനും കടമയുണ്ട്. അവർ ചെയ്യുന്നത് മാതാപിതാക്കളുടെ കണ്ണിൽ പലപ്പോഴും നിസ്സാരമായിരിക്കാം. പലതും അവർക്ക് ക്ഷമിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ചെറിയ തെറ്റുകളാണ് പിന്നീട് വലിയ തെറ്റുകളിലേക്കുള്ള തുടക്കമെന്നോർക്കണം. അവരുടെ അരുതായ്മകൾ മറച്ചുപിടിക്കുമ്പോൾ നിങ്ങളും തെറ്റിന് കൂട്ടുനിൽക്കുന്നതുപോലെയാണ്. അതവർക്കുള്ള വളമാണ്. ഈയിടെ ആരോ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്: കൊറോണ മഹാരോഗം ലോകമാകെ പടർന്നപ്പോൾ മനുഷ്യരുടെ ശരീരത്തിൽ വൈറസ് കടന്നിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയതുപോലെ ഇന്ന് ആളുകളുടെ ഉള്ളിൽ മദ്യമോ മയക്കുമരുന്നോ മറ്റു ലഹരികളോ ഉണ്ടോ എന്ന് പരിശോധന നടത്തണമെന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ലെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ ഇതെല്ലാം ചെയ്തേ മതിയാവൂ എന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ നമ്മളാലാവുന്ന ചിലതുണ്ട്. അത് കൃത്യമായി നാം ചെയ്യുന്നുണ്ടെന്നുകൂടി ഉറപ്പുവരുത്തണം. കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത് എവിടെയും മറന്നുപോകരുത്. അവർ വീടിന് പുറത്തു പോകുമ്പോഴും, അവരുടെ കയ്യിൽ പൈസ അനാവശ്യമായി കൊടുക്കുമ്പോഴും, അവരുടെ ദൂർത്ത് കാണുമ്പോഴും, ഒറ്റയ്ക്കുള്ള യാത്ര കാണുമ്പോഴും എല്ലാം ചോദ്യം ചെയ്യപ്പെടണം. മാരകമായ ലഹരിയാണ് മനുഷ്യന്റെ അക്രമവാസന വളർത്തുന്നത്. അതിനെ വേരോടെ പിഴുതെറിയണം. എറിഞ്ഞേ മതിയാവൂ.